നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നിഫ്റ്റിയും സെൻസെക്സും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 8 ദിവസമായിട്ട് നിഫ്റ്റിയും സെൻസെക്സും മൈനസിലാണ് ക്ലോസ് ചെയ്തത്. 24,611 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 23 പോയിന്റിൻ്റെ നഷ്ടം. സെൻസെക്സ് 80,267 ക്ലോസ് ചെയ്തു. 97 പോയിന്റിൻ്റെ നഷ്ടം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 54,635 ക്ലോസ് ചെയ്തത്. 174 പോയിന്റ് ഗെയിനോടുകൂടിയാണ് ക്ലോസ് ചെയ്തത്. ഫിനാൻഷ്യൽസും മെറ്റൽസും പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ പോസിറ്റീവാണ് ഇട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇന്ന് നെഗറ്റീവിലാണ്, അതായത് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. F&O എക്സ്പയറി ആയിരുന്നു. പ്രത്യേകിച്ച് ഓപ്ഷൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് നേട്ടമൊന്നും ഉണ്ടാക്കാൻ ആവാത്ത ഒരു ദിവസമായിരുന്നു. എക്സ്പയറി ആയിട്ടുള്ള ഒരു വോളറ്റാലിറ്റിയും മാർക്കറ്റിൽ കണ്ടില്ല. ഇന്ന് നിഫ്റ്റി 50യുടെയും നെക്സ്റ്റ് 50യുടെ ഒക്കെ ഒരു റീബാലൻസിങ് ഉണ്ടായിരുന്നു. HDFC, ICICI, റിലയൻസ് എന്നിവയുടെ വെയിറ്റേജ് നിഫ്റ്റിയിൽ കുറയുന്നുണ്ട് ഇന്ന് മുതൽ. അതുപോലെ തന്നെ SBI, ITC, ബജാജ് ഫിനാൻസ് എന്നിവയുടെ വെയിറ്റേജ് കൂടുന്നുണ്ട്. നിഫ്റ്റിയിൽ നിന്നും പുറത്തു പോകുന്ന സ്റ്റോക്കുകൾ ഹീറോ മോട്ടോകോർപ്പ്, ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. പകരം നിഫ്റ്റിയിലേക്ക് വരുന്നത് മാക്സ് ഹെൽത്ത് കെയറും ഇൻഡിഗോയുമാണ്. നെക്സ്റ്റ് 50യിലാണ് സോളാർ ഇൻഡസ്ട്രി, സീമെൻസ് എനർജി, മസഗോണ്ടോക്ക്, അതുപോലെ ഹിന്ദു സിങ്ക് ഒക്കെ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇൻഡിഗോ, ഡാബർ, അതുപോലെ തന്നെ സ്വിഗ്ഗി ഒക്കെ ഇന്ന് പുറത്തേക്ക്, അതായത് ആ ഇൻഡെക്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ചാംബാർ തുറമുഖത്തിന്, ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന തുറമുഖമാണ്, അതിനുള്ള അമേരിക്കയുടെ ഒരു ഉപരോധം ഇന്ന് മുതൽ നിലവിൽ വന്നു. അത് അവിടെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾ 45 ദിവസത്തിനുള്ളിൽ പുറത്തു പോകേണ്ടതാണ്. പുറത്തു പോയില്ലെങ്കിൽ അമേരിക്കയിലുള്ള ആസ്തികളൊക്കെ മരവിപ്പിക്കുകയും കമ്പനികൾക്കുള്ള ഉപരോധം ഏർപ്പെടുത്താനും ഉള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് US ഗവൺമെൻറ്റിലെ ഷട്ട് ഡൗൺ ആണ്. കഴിഞ്ഞ ദിവസം US ഷട്ട് ഡൗണിനെ പറ്റി പറഞ്ഞിരുന്നു. അമേരിക്കയിലെ ഈ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്, പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ള ബില്ലുകളൊക്കെ പാസ്സായില്ലെങ്കിൽ അവിടെ കൂട്ടപ്പിരിച്ചുപിടിയിൽ ഉണ്ടാകും. ഏതാണ്ട് നമ്മുടെ ഇവിടെ VRS പോലെ അവിടെ 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കും തമ്മിലുള്ള ഒരു ചർച്ച നടന്നിരുന്നു. ചർച്ചയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. രണ്ടുപേരും അവരവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നതിനാൽ ചർച്ചയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. അത് വീണ്ടും അമേരിക്കൻ മാർക്കറ്റിനെ തന്നെ അത് പ്രഷറിലേക്ക് കൊണ്ടെത്തും. മറ്റൊന്ന് EY ഇന്ത്യയുടെ GDP ഗ്രോത്ത് 6.7 ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് അമേരിക്ക വിദേശ സിനിമകൾക്ക് 100% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ നിർമ്മിക്കാത്ത സിനിമകൾക്കൊക്കെ 100% താരിഫ് ഏർപ്പെടുത്തുന്നു എന്നിടത്തുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനിയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നാളെ നടക്കുന്ന RBI പോളിസി മീറ്റിങ്ങിൻ്റെ ഔട്ട്കമാണ്. പൊതുവേ എല്ലാവരും വിലയിരുത്തപ്പെടുന്നത് ഇൻട്രസ്റ്റ് റേറ്റിൽ കാര്യമായ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റുകളൊക്കെ നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. US ഫ്യൂച്ചേഴ്സും നെഗറ്റീവിലാണ്. ഒരുപക്ഷേ ഈ ഗവൺമെൻറ് ഷട്ട് ഡൗണുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെർവസ്നെസ് മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നാളെ പ്രധാനമായിട്ടും RBIയുടെ പോളിസി മീറ്റിംഗ് ശ്രദ്ധിക്കുക. 10 മണിക്കാണ്.